ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുള്ള മൂവി എന്ന് പറയുന്നത് 2002 പുറത്തിറങ്ങിയ കോൾഡ് പ്രേ എന്ന് പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. അതായത് ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല, ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല. നല്ല രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അവസാനം വെച്ചൊരു കിഡിലൻ ട്വിസ്റ്റും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ട്വിസ്റ്റ് ഒരിക്കലും ആദ്യം കാണുമ്പോൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇതാക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അപ്പോൾ ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ പയ്യൻ ഇങ്ങനെ ഓടുന്നതാണ് കാര്യം. കാരണം ആരോ കണ്ടിട്ട് ഇങ്ങനെ ഓടുകയാണ്. അത് മാത്രമല്ല, അവൻ്റെ കണ്ണിൻ്റെ സൈഡിലായിട്ട് അവനൊരു ബെർത്ത് മാർക്ക് ഉണ്ടാകും, ജനിച്ചപ്പോൾ എൻ്റെ അവൻ്റെ ഒരു മാർക്കുണ്ട്. അങ്ങനെ അവൻ ഓടിയിട്ട് എന്താ പറയുക ഒരു സ്ഥലത്തോട്ടും വീഴുന്നുണ്ട്. അവൻ്റെ മേത്തോട്ട് ആരൊക്കെ എടുത്തിട്ട് എന്തോ മഞ്ഞൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അവൻ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ആരൊക്കെ വന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ന്യൂസാണ് കാണിക്കുന്നത്. അതായത് ഈ പയ്യനെ കാണാനില്ല എന്നുകൊണ്ടുള്ള ഒരു ന്യൂസാണ് കാണിക്കുന്നത്. അവൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്നെ ന്യൂസുകാരോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ സാധാരണ പോലെ കളിക്കാൻ പോയതാണ്, പിന്നെ അവിടെ അവനെ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങോട്ട് എന്താ പറയുക ഓരോ വർഷവും അവിടെ വരുന്ന എന്താ പറയുക സ്നോബോർഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ മിസ്സിങ് ആവുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ബോഡി കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ പേരുടെയും മിസ്സിങ് ആവുകയാണ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് വരുന്നവരും ഫ്രണ്ട്സായി വരുന്നവരും ഇവരെല്ലാവരും അങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ മിസ്സിങ് ആവുക, അതുപോലെ തന്നെ കുറച്ച് ബോഡി കിട്ടുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചിരുന്നൊരു ന്യൂസാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രസൻറ്റിലോട്ട് കാണിക്കുമ്പോൾ ഒരു 5 സുഹൃത്തുക്കൾ ഇങ്ങനെ എന്താ പറയുക ഒരു കാറിലിങ്ങനെ യാത്രയാണ്. അതിൽ മോർട്ടൻ പറഞ്ഞിട്ട് ഒരാളുണ്ട്, അവൻ സിംഗിളാണ്. അതുപോലെ തന്നെ മൈക്കിളും അതുപോലെ തന്നെ ഇഗ്വൻ, ഇവർ രണ്ടാളും കപ്പിൾസാണ്. അതുപോലെ തന്നെ എന്താ പറയുക ജെന്നിയും എറിക്കും, ഇവരും കപ്പിൾസാണ്. അങ്ങനെ ഇവർ 5 പേരും കൂടിയിട്ട് എന്താ പറയുക സ്നോബോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മഞ്ഞുകളുടെ മേത്തേക്ക് ഇങ്ങനെ പോവുകയാണ്, മഞ്ഞുമലയുടെ അവിടേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ 5 പേര് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാം കൂടിയിട്ട് ഇപ്പോൾ എന്താ പറയുക സ്കീൻ ചെയ്യുന്നതായിട്ട് മലയുടെ മേലോട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല വലിയൊരു മലയാണ്. മൗണ്ടൻ്റെ മേലോട്ടൊന്ന് കയറുമ്പോൾ അവിടെ എത്തുമ്പോൾ എന്താ പറയുക നമ്മളെ സിംഗിളായ മോട്ടുണ്ടല്ലോ, അവൻ മാത്രം ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കാണ്. അതിനുശേഷം ബാക്കിൽ ബാക്കി 4 കപ്പിൾസ് ഉണ്ടല്ലോ, അവർ മെല്ലെ ഇങ്ങനെ പതിയെ സംസാരിച്ചിട്ട് നടന്നു പോവുകയാണ്. അതിന് മേലെ എത്തുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് എല്ലാം കാണുന്നുണ്ട്. കാരണം അതെല്ലാം അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക സ്കീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അവരുടെ സ്കില്ലെല്ലാം പുറത്തെടുക്കുന്നുണ്ട്. അവർ നല്ല നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സ്കീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം പോകുമ്പോൾ എന്തായാലും ഇതേപോലെ അങ്ങനെ ഹാപ്പി ആയിട്ട് പോയാൽ ഒന്നും നടക്കത്തില്ലല്ലോ, കാരണം സിനിമയല്ലേ, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ അതിനായിട്ട് നമ്മുടെ ആ മോർട്ടൻ ഉണ്ടല്ലോ, നമ്മുടെ ആ സിംഗിളായ മോർട്ടൻ, അവൻ്റെ കൺട്രോളിലിട്ട് പെട്ടെന്ന് എന്താ പറയുക വീഴുകയാണ് ചെയ്യുന്നത്. എന്താ പറയുക കൺട്രോളിലിട്ട് അടിയിലോട്ട് പോയി എന്താ പറയുക വീഴും. അങ്ങനെ വീഴുമ്പോഴത്തേക്കും എന്താ പറയുക ബാക്കി എല്ലാവരും വന്നിട്ട് അവൻ്റെ അടുത്തോട്ട് വരും. അവൻ്റെ അടുത്തോട്ട് എന്ന സംഭവം നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതിൽ ജെന്നി എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ട്. അവൾ വന്നിട്ട് എന്താ പറയുക മോർട്ടൻ്റെ പാൻറ് ഉണ്ടല്ലോ, ആ പാൻറ് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നോക്കും. പൊക്കിയിട്ട് നോക്കുമ്പോൾ അവൻ്റെ കാല് പൊട്ടിയിട്ടുണ്ട്. വെറും പൊട്ടലല്ല, അവൻ്റെ എല്ല് എന്താ പറയുക ചെറുതായിട്ട് ഫ്രാക്ചറുമായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണിക്കഷ്ണം എടുത്തിട്ട് എന്താ പറയുക ഒരൊറ്റ മുറുക്കിൻ്റെ കെട്ടും. ആ ഒരു നിമിഷം അവൻ സ്വർഗ്ഗം കാണും. എന്നിട്ട് ഇവർ പറയും എന്താ പറയുക ഇവനെ അടിയിലോട്ട് കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ചാൽ ശരിയാകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ മോട്ടറാണെന്ന് പറയും അടിയിലോട്ട് കൊണ്ടുവരാനായിട്ട് മുന്നേ എനിക്ക് ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് തായോ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇവരാണെങ്കിൽ ചുറ്റും നോക്കുമ്പോൾ എന്താ പറയുക ഒരു വീടോ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഫോണിൽ വിളിക്കാൻ നോക്കുമ്പോൾ ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല. അങ്ങനെ ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിളുണ്ടല്ലോ, മൈക്കിൾ കുറച്ച് ദൂരെയായിട്ട് ഒരു വീട് പോലെ എന്തോ അങ്ങനെ കാണും. അങ്ങനെ മൈക്കിളും ഇവരെല്ലാവരും കൂടി വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അവിടെ കുറച്ച് വീട് പോലെ എന്തോ കാണുന്നുണ്ട്, നമുക്ക് അവിടേക്ക് പോയി വെക്കാം എന്ന് പറയും. അപ്പോൾ ഇവരാണെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മോർട്ടനെ നടക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അവനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരുടെ അടുത്ത് നോക്കുമ്പോൾ അതൊരു ഹോട്ടൽ പോലത്തെ സംഭവമാണ്. അങ്ങനെ അവരുടെ എത്തിയിട്ട് അവൻ്റെ അടുത്തെത്തി നോക്കുമ്പോഴാണ് അതൊരു വിചാരിച്ചായിട്ട് വലിയൊരു സംഭവമാണ്. അതൊരു ഹോട്ടലാണത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എറിക്കുണ്ടല്ലോ, എരിക്ക് ആദ്യം പോയിട്ട് അതിൻ്റെ വീട്ടിൽ നോക്കും എന്തെങ്കിലും ആരും ഉണ്ടോ എന്നൊക്കെ വേണ്ടി നോക്കുമ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുകയാണ്. അതായത് കുറേ കാലമായിട്ട് അടച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവർക്ക് അപ്പം മനസ്സിലായി. അങ്ങനെ നമ്മൾ എറിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ജനലുണ്ട്, ആ ജനലിൽ പോയിട്ട് കുത്തി പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പിന്നെ ഞാൻ ഫ്രണ്ട് ഡോർ പോയിട്ട് ഫ്രണ്ട് ഡോർ തുറത്തിട്ട് ഇവരെല്ലാം കൂടി അകത്തോട്ട് കയറും. അങ്ങനെ ഇവരകത്തോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഹോട്ടലാണെന്നുള്ള കാര്യം. കാരണം അവിടെ കുറേ റൂമുകളുടെ ഒക്കെ കീ എല്ലാം അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇത് ഓപ്പൺ അല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജെന്നി ആണെങ്കിലും എന്തായാലും ഇവൻ്റെ മുറി കെട്ടണം, അതാണ് നമുക്ക് പ്രധാനമെന്ന് പറഞ്ഞിട്ട് ഇതിന് പറയും, എല്ലാവരോടും പറയും നിങ്ങൾ പോയിട്ട് അന്വേഷിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നതെല്ലാം കൊണ്ടുപോയോ എന്ന് പറയും. അങ്ങനെ ഇവർ അന്വേഷിക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കൂടി അന്വേഷിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ആൽക്കഹോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഒരു സൂപ്പർ ഗ്ലൂ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഒരു പെയിൻ കില്ലർ മറ്റേ എഗ്വൻ്റെ കയ്യിലാണെങ്കിൽ പെയിൻ കില്ലറും ഉണ്ട്. അങ്ങനെ ഇവരിതെല്ലായിട്ടും പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ പെയിൻ കില്ലർ ആദ്യം കൊടുക്കും. അവൻ കുടിക്കുന്നത് എന്താ പറയുക ആൽക്കഹോൾ വെച്ചിട്ടാണ് അവൻ കുടിക്കുന്നത്. അങ്ങനെ ഇവരാണെങ്കിലും ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട്
ഇവൻ്റെ ആ കീറിയ സ്കിൻ ഉണ്ടല്ലോ അത് ഒട്ടിക്കും. കാരണം ഇവർക്ക് വേറെ വഴിയില്ല, അത് സ്റ്റിച്ച് ചെയ്യാൻ ഇവർക്ക് വേറെ വഴിയില്ല. കാരണം ഫസ്റ്റ് എയ്ഡാണ് പ്രധാനം. അങ്ങനെ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ളൊരു ചെയറുണ്ട്, ആ ചെയർ ഇത് അടിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള സ്റ്റിക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവൻ്റെ കാലിൽ മേടിച്ചിട്ട് കെട്ടിയിട്ട് അവനിപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ്. ഇനി നാളെ രാവിലെ ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചിട്ട് അവർ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമ്മുടെ എറിക്ക്, അതുപോലെ തന്നെ ഇഗ്വൻ, അതുപോലെ തന്നെ നമ്മുടെ മൈക്കിള്, ഇവർ 3 പേരും കൂടിയിട്ട് എന്താ പറയുക ഈ ഹോട്ടലിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മറ്റവൻ്റെ അടുത്ത് എന്താ പറയുക മോട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ജെന്നി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും കുറേ റൂമുകളെല്ലാം കാണുന്നുണ്ട്. റൂമുകളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഒരു കുറച്ച് ദൂരത്തേക്ക് പോകുമ്പോൾ തന്നെ ഈ ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ആക്സ്, എന്താ പറയുക എമർജൻസിക്ക് വേണ്ടി വയ്ക്കുക ഒരു ആക്സ്, ആ സാധനം അവിടെ കാണുന്നില്ല. അതൊരു ചെറുതായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കാണ്ട് അവരവിടുന്ന് പോവുകയാണ്. അതുമാത്രമല്ല നമ്മുടെ ഇവണ്ടല്ലോ എറിക്കും ഇഗ്വനും ഇവർ പുതിയതായിട്ട് കപ്പിൾസ് ആകാൻ തോന്നുന്നു. അതിൻ്റേതായ എല്ലാ കുസൃതികളും ഇവർ കാണിക്കുന്നുണ്ട്. ഇത് എത്ര നേരത്തേക്കാണെന്ന് നമുക്ക് അത്ര അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ 3 പേരും താഴത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ജനറേറ്റർ റൂം കാണുന്നുണ്ട്. കാരണം ഇവരാണെങ്കിലും നമ്മുടെ എറിക്കാണെങ്കിലും ഇതിങ്ങനെ നോക്കുന്നുണ്ട്, ഇത് ഓണാവുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ നോക്കുന്നുള്ള സംഭവം അവൻ ചെയ്യുന്നുണ്ട്. അവിടെ മറ്റോടത്താണ് നമ്മുടെ മോട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ജെന്നിയാണുള്ളത്. അങ്ങനെ അവരുണ്ടാകുന്ന വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്തോ ഒരു തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെന്നി എണീച്ചിട്ട് പോയി നോക്കുമ്പോഴത്തേക്കും വിൻഡോ ആരും ഓപ്പൺ ആക്കി വെച്ച പോലെ, എന്താ പറയുക കറക്റ്റ് ആരും തുറന്ന് വെച്ച പോലെ ഉണ്ട്. അപ്പോൾ അവളാണെങ്കിലും ഇത് മറ്റാരും ചെയ്താണെന്ന് അറിയത്തില്ല, അതായത് കൂടെ വന്നവരും തുറന്ന് വെച്ചാൽ അറിയത്തില്ലല്ലോ. അപ്പോൾ അതാണെങ്കിൽ അവർ ക്ലോസ് ചെയ്തിട്ട് അവൾ വന്നിട്ട് എന്താ പറയുക നമ്മുടെ മോട്ടൻ്റെ അടുത്ത് എന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ എറിക്ക് നമ്മുടെ ജനറേറ്റർ ഇങ്ങനെയൊക്കെ ഓപ്പൺ ആകുന്നുണ്ട്, ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പവറെല്ലാം കിട്ടുന്നുണ്ട്, അതായത് ലൈറ്റുകളെല്ലാം ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പാട്ടെല്ലാം പ്ലേ ആവും ചെയ്യുന്നുണ്ട്. ആ എറിക്കാണെങ്കിൽ മേലോട്ട് വന്നിട്ട് നമ്മുടെ ഇഗ്വ ഉണ്ടല്ലോ, ഇഗ്വനും അതുപോലെ തന്നെ മൈക്കിളും ഇവർ 2 പേരും കുറച്ചും കൂടി തമാശകൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി പുറത്തോട്ട് പോയിട്ട് എന്നാലും അടുത്ത റൂമുകളെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു റൂമിൻ്റെ അവിടെ എത്തുമ്പോൾ അവർക്കൊരു കത്തിക്കരിഞ്ഞ മണം വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നോക്കുമ്പോൾ അവിടെ മൊത്തം എന്താ പറയുക ഫയർ പിടിച്ചിട്ട് കത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരാണെങ്കിലും പറയുന്നത് ചിലപ്പോൾ ഇവിടെ കത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ആ കോടാലി എടുത്തിട്ട് എന്താ പറയുക അത് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടതായിരിക്കാം എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഇവരും കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എല്ലാവരും ഇപ്പോൾ അടിയിലോട്ട് വരികയാണ്, അതായത് ഒരു മെയിൻ ഹാളിലോട്ട് വരികയാണ്. മെയിൻ ഹാളിലോട്ട് വന്നിട്ട് ഇപ്പോൾ അവർ എന്തായാലും മദ്യമെല്ലാം കുടിച്ച് അവിടെ എല്ലാം സംസാരിച്ച് തമാശകളെല്ലാം പറഞ്ഞ് പാട്ടെല്ലാം പ്ലേ ചെയ്തിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്ത് അവർ ഇരിക്കുകയാണ്. ഇവരെല്ലാം സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജെന്നിക്ക് അവിടുത്തെ രജിസ്റ്റർ ബുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റർ ബുക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അവസാനത്തെ പേജിൽ ലാസ്റ്റ് വന്ന ഗസ്റ്റിനായിട്ട് ഒരു എഴുത്തും എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകൻ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു എഴുത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും 1975. അതിനുശേഷം ഇപ്പോൾ 30 കൊല്ലമായി ഇവിടെ ആരും വന്നിട്ടില്ല, ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവണം, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആരേനോ കാണാതായിട്ടുണ്ട്. അതിന് ശേഷമാണ് എന്താ പറയുക ഈ ഹോട്ടലെല്ലാം നിർത്തി വെച്ച് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം നോക്കിയിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഫോട്ടോയും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് എന്താ പറയുക ഒരു ഫോട്ടോയും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റാണ്, അതായത് ഫസ്റ്റ് സീനിൽ കണ്ടില്ലേ ഒരു ചെക്കനും ആ ചെക്കൻ്റെ അമ്മയും അച്ഛനും അവരുടെ ഫാമിലി ഫോട്ടോയാണ്. അപ്പോൾ ഇവർ ഇതിൽ ഈ ചെക്കനെ കാണാതിന് ശേഷമാണ് എന്താ പറയുക ഈ ഹോട്ടലിൽ തന്നെ നിർത്തി വെച്ചത്. അങ്ങനെ ഇവരിതെല്ലാം സംസാരിച്ചപ്പോൾ തിരിച്ച് എന്താ പറയുക ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമുകളിലേക്ക് പോവാണ്. അതിൽ നമ്മുടെ മൈക്കിളും ഇഗ്വയും ഉണ്ടല്ലോ, ഇവരാണ് അവനോട് ഇപ്പോൾ എന്താ പറയുക ഒരു റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ റൂട്ട് ഇങ്ങനെ പോവാണ്, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൂട്ട് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവരുണ്ടല്ലോ ജെന്നിയും അതുപോലെ തന്നെ എറിക്കും ഇവരോട് ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ മോട്ട മാത്രം സിംഗിളാണ്, അവൻ മാത്രമേ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ഇവണ്ടല്ലോ ഇഗ്വനും അതുപോലെ തന്നെ മൈക്കിളും ഇവരിങ്ങനെ കിസ്സെല്ലാം ചെയ്ത് ഇങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഗ്വൻ പറയും അവൾക്ക് കുറച്ച് താല്പര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ വേണ്ട എന്ന് പറയും. അപ്പോൾ നമ്മളെ കുറച്ച് വിഷമിച്ചിട്ട് നമ്മുടെ മൈക്കിളാണെന്ന് പറയും അപ്പോൾ ഇത്രയും കാലം നീ എൻ്റെ ഒപ്പം സ്നേഹിച്ച് കിടന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഇവള് പറയും ഞാൻ നിന്നെ മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ, കുറച്ച് ടൈം വേണം എന്നെല്ലാം പറയും. അപ്പോൾ ഇവനാണെങ്കിലും എന്താ പറയുക ദേഷ്യം പിടിച്ചിട്ട് പുറത്ത് റൂമിലോട്ട് പോവാണ്, റൂമല്ല അടിയിലോട്ട് വരികയാണ്. അടിയിലോട്ട് വന്നിട്ട് എന്താ പറയുക പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. പാട്ട് പ്ലേ ചെയ്തിട്ടാണ് ഇങ്ങനെ അവിടുത്തെ മദ്യമെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് നല്ല രീതിയിൽ സൗണ്ടിലാണ് ഇപ്പോൾ പാട്ട് പ്ലേ ചെയ്തിട്ടുള്ളത് അവൻ. അതേസമയം നമ്മുടെ ഇഗ്വനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് അപ്പോൾ തന്നെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക മൈക്കിളായിരിക്കും വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിലും ഒന്ന് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് ഷവർ പോയിട്ട് ഓൺ ആക്കി നോക്കുമ്പോൾ തന്നെ ആരും
തന്നെ അവളുടെ പിന്നിലൂടെ അങ്ങനെ ഓടിപ്പോകുന്നു. അപ്പോൾ തന്നെ അവൾക്ക് എന്തോ മനസ്സിലായി, എന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ ആ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഒന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ മാല താഴത്തോട്ട് വീഴും. അപ്പോൾ ആ മാല എടുക്കാൻ വേണ്ടി ഇവൾ കുനിയുന്നതും ഇവളുടെ ബാക്കിലോട്ട് അയാൾ വന്നിട്ട് എന്താ പറയുക, ഒരാൾ വന്നിട്ട് അവിടുത്തെ ആ മഴുവായിട്ട് അവളുടെ ബാക്കിലോട്ട് വന്ന് കുത്തും. കുത്തിയിട്ട് അവൾ നോക്കുമ്പോൾ ഒരു വല്ലാത്ത പോലത്തെ വലിയൊരു മനുഷ്യൻ ആണ് ഇവളുടെ പിന്നിൽ. അങ്ങനെ ഇവളാണെങ്കിലും പേടിച്ചിട്ട് എന്താ പറയുക, അവിടെ കൊതറി അവളെ ചവിട്ടിയിട്ട് ഓടാൻ നോക്കും. ഇവളുടെ മേത്ത വെട്ടുണ്ടത് തന്നെ ഒരുപാട് ബ്ലഡ് എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഓടിയിട്ട് മെയിൻ ഡോർ തുറക്കാൻ നോക്കും. മെയിൻ ഡോർ ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ അടിയിലോട്ടൊരു ബേസ്മെൻറ്റ് കാണുന്നുണ്ട്. അങ്ങനെ അവൾ ആ ബേസ്മെൻറ്റിലോട്ട് ഓടും. അവിടെയും ഒരുപാട് റൂമുകളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ചീറിയിട്ട് ഇവിടെ നിന്ന് ഓടും. അപ്പോഴത്തേക്ക് ഇവളുടെ പിന്നിൽ തന്നെ നമ്മുടെ ആ സൈക്കോയും വരുന്നുണ്ട്. അപ്പോൾ ഇവൾ എത്ര ചീറിയിട്ടും മേലോട്ട് ആർക്കും കേൾക്കുന്നില്ല. കാരണം ഇവൻ നല്ല സൗണ്ടിലാണ് ആ പാട്ട് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവളാണെങ്കിലും എങ്ങനെയൊക്കെ അവിടുന്ന് കൊതറിയിട്ട് ഇപ്പം നമ്മുടെ മൈക്കിലിരിക്കുന്ന ആ റൂമിൻ്റെ അവിടോട്ട് തന്നെ കയറി വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവളെ വലിച്ച് നമ്മുടെ സൈക്കോ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജെന്നി ഉണ്ടല്ലോ, ജെന്നി ഇപ്പോൾ എന്താ പറയുക മൈക്കിളിൻ്റെ അടുത്തോട്ട് നിന്ന് വരികയാണ്. എന്നിട്ട് പറയാണ്, നീ എന്താ അവിടെ അല്ലാത്ത, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം നടന്ന സംഭവങ്ങളെല്ലാം ജെന്നിയോട് തന്നെ പറയുകയാണ്. അപ്പോൾ ജെന്നി ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അവൾക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്, കുറച്ച് ടൈം കൊടുക്ക്, അവൾ നിന്നെ മനസ്സിലാക്കി വരുന്നില്ലേ ഉള്ളൂ എന്നെല്ലാം പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അവളോട് പോയിട്ട് ഒന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും അവൾ ഇപ്പം എന്നോട് നല്ല ദേഷ്യത്തിലായിരിക്കും. അവളോട് നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അവനും. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവനോട് ക്ഷമ ചോദിക്കാനായിട്ട് അവൾ അടുത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ അവൾ റൂമിലോട്ട് പോയിട്ട് അവളെ കുറേ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ എന്താ പറയുക ഡോർ ഓപ്പൺ ആക്കുന്നില്ല. അപ്പോൾ നല്ല ദേഷ്യത്തിലായിരിക്കും എന്ന് കരുതിയിട്ട് അവനാണെങ്കിലും അവിടെ ഫുഡ് വെച്ച് പോയിക്കരുതാണ്. അവൻ അറിയത്തില്ലല്ലോ അവൾ മരിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എറിക്കിനെയും അതുപോലെ തന്നെ ജെന്നി ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എറിക്ക് ഇപ്പോൾ താഴത്തോട്ട് ആരെങ്കിലും വിളിക്കാൻ പോകണമല്ലോ, താഴത്തോട്ട് ആരെങ്കിലും പോകണമല്ലോ. അപ്പോൾ അവൻ പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഞാൻ നിൽക്കുകയാണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇപ്പോൾ ആ സ്കീ ബോർഡെല്ലാം എടുത്ത് അവൻ സ്കീ ബോർഡെല്ലാം ഇട്ടിട്ട് എന്താ പറയുക മുന്നോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവൻ കുറച്ച് നടക്കുമ്പോഴത്തേക്കും അവനങ്ങനെ ബ്ലഡ് കാണുന്നുണ്ട്. അതായത് നിലത്തെല്ലാം അങ്ങനെ ബ്ലഡ് ഒറ്റിട്ടീന്ന് കിടക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് അവൻ എന്ത് സംഭവം എന്നൊക്കെ അവൻ്റെ ഒരു കാൽപ്പാടും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ ആ കാൽപ്പാട് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കിന് അവിടെ നിന്ന് നമ്മുടെ ഇന്നലെ മരിച്ച ആ പെണ്ണുണ്ടല്ലോ നമ്മുടെ ഇഗ്വിൻ, അവൾ കിടക്കുന്നു. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് എന്താ പറ്റിയെന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മുടെ ബാക്കിലുണ്ടല്ലോ നമ്മുടെ മറ്റാൾ നമ്മുടെ സൈക്കോ അവൻ വന്നിരിക്കുന്നു. ഇതൊരു കെണിയായിരുന്നു ഇവനെ പിടിക്കാനുള്ളത്. അങ്ങനെ ഇവൻ തിരിയുമ്പോഴത്തേക്കും എന്താ പറയുക അവൻ ആ കോളാൽ വെച്ചിട്ട് അവൻ അടിക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക എറിക്കിൻ്റെ കാര്യം ഇവിടെ വെച്ച് തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അതേ സമയം നമ്മുടെ ഹോട്ടലിൽ ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും എന്താ പറയുക ഇവർ നിൽക്കുമ്പോഴത്തേക്കും ലൈറ്റെല്ലാം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരെന്താ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്കിളും അതുപോലെ തന്നെ ജെന്നിയും വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക ജനറേറ്റർ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അതേ സമയം നമ്മുടെ മോർട്ടൻ എണീച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആരും കാണുന്നില്ല. ഇവനെല്ലാവരും വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇവനാണെങ്കിലും ഇവരിപ്പോൾ എങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഞൊണ്ടിയ കാലും വെച്ചിട്ട് എന്താ പറയുക ഞൊണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ കിച്ചൺ സൈഡിൽ വരികയാണ്. കിച്ചൺ സൈഡിൽ വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ അടിയിലോട്ട് നോക്കുമ്പോൾ ജനറേറ്റർ റൂമിൽ ഇപ്പോൾ നമ്മുടെ എറിക്കല്ല മൈക്കിളും അതുപോലെ തന്നെ ജെന്നിയും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിൾ അവിടെ എല്ലാം നോക്കുമ്പോൾ ഒരു ടാർപ്പായ പോലെ സംഭവം അത് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളൊരു സീക്രട്ട് റൂം അവർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അതായത് ഉള്ളിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിലുണ്ട് എന്താ പറയുക ഷൂസ്, അതുപോലെ തന്നെ ക്യാപ്പ്, അതുപോലെ തന്നെ കണ്ണാടികൾ, എന്താ പറയുക കണ്ണട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവർ വിചാരിക്കും ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടൽ ഓണേഴ്സിൻ്റെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഒരു കുറച്ച് മുന്നോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും ഇവിടെ ആരോ താമസിക്കുന്ന പോലെ അവർക്ക് തോന്നുകയാണ്. കാരണം അതിപ്പോൾ അങ്ങനെയാണ് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മേശയുണ്ട്. ആ മേശ നമുക്ക് ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇട്ടിട്ടുണ്ട്. അതിൽ പ്രധാന വാർത്ത തന്നെ എന്താ പറയുക ആ ചെക്കനെ കാണാനില്ലേ, ആ കാണാണ്ടായ ന്യൂസ്, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരെ കാണാണ്ടായ ന്യൂസുകൾ, അതുപോലെ തന്നെ വേറൊരു പേപ്പർ കട്ടിങ്സിൽ ഈ ഹോട്ടലിനെ പറ്റിയിട്ടും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മേലെ തന്നെ എഴുതിയിട്ടുള്ളത് ഇത് എവിൽ ഹോട്ടലാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ നിൽക്കുന്ന ഹോട്ടലാണ് ഈ ഹോട്ടൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സൺഗ്ലാസ്, തൊപ്പി, അതുപോലെ തന്നെ ആ ഷൂസ് അതൊന്നും ഈ ഓണർമാരെ അയക്കത്തില്ല എന്നുള്ള അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇവിടുന്ന് പൂവാക്കാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ഒരു പെട്ടി ഒരു തട്ടി മാസിലാണ്. അതിനുള്ളിലുണ്ട് മൊത്തം എന്താ പറയുക കാറിൻ്റെ കീകൾ, അതുപോലെ തന്നെ എന്താ പറയുക കുറേ ആൾക്കാരുടെ മോതിരങ്ങൾ, ഇതെല്ലാം ഇത് കാണുകയാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒരു പൂട്ടിപ്പോയ ഒരു ഹോട്ടലാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇവർക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയിട്ട് ഇത് തിരിച്ച് എന്താ പറയുക ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ജെന്നി ഉണ്ടല്ലോ, ജെന്നി എന്താ പറയുക ഇഗ്വനെ സമാധാനിപ്പിക്കാൻ വിചാരിച്ചിട്ട് അവളുടെ റൂമിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. അവൾ പ്രതികരിക്കാത്തതുകൊണ്ട് തന്നെ അവൾ ആ റൂം ഇങ്ങനെ പതിയെ തുറക്കുകയാണ്. പതിയെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിലുണ്ട് ഫുള്ള് ബ്ലഡ്. അങ്ങനെ ഇത് കണ്ടിട്ട് ഇവളാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ അടിയിലോട്ട് നോക്കുമ്പോൾ എന്നാൽ മേലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവണ്ടല്ലോ മോട്ടൻ ഇപ്പോൾ എന്തോ ഒരു ഫുഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അത് തുറക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും തുറക്കാൻ പറ്റുന്നില്ല. അതേസമയം നമ്മുടെ മൈക്കിളാണെങ്കിലും മേലേക്ക് വന്നിട്ട് നമ്മുടെ മോട്ടനെ നോക്കുമ്പോൾ മോട്ടനെ കാണുന്നില്ല. അതേസമയം കിച്ചണിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ അവൻ വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടനാണെങ്കിൽ തുറക്കാൻ പറ്റാണ്ട് അതായിട്ട് വീണിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളാണെങ്കിലും അവനൊന്ന് പൊക്കിയിട്ട് അവരൊരാൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെന്നി മേലോട്ട് വന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയും. ഇഗ്വൻ്റെ റൂമിലാകെ ബ്ലഡ് ആണെന്നുള്ള കാര്യം വന്നിട്ട് പറയും. അപ്പോൾ ഇവരാണെങ്കിൽ പോയി നോക്കുമ്പോഴത്തേക്കും ആകെ ബ്ലഡ്, അതുപോലെ തന്നെ നമ്മുടെ ഇഗ്വൻ ഇട്ടിരിക്കുന്ന മാലിം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മൈക്കിളിന് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ വിചാരിച്ചിട്ട് ഇവർ 3 പേര് പുറത്തോട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും മെയിൻ ഡോർ ആരോ ഓപ്പൺ ആക്കുന്ന പോലെ. അപ്പോൾ ഇവരിത് കണ്ട് പേടിച്ചിട്ട് ഇവിടെ അടുത്തുള്ള റൂമിലോട്ട് കയറിയിട്ട് അതിന് ഡോർ അടച്ചിട്ടാണ്. എന്നിട്ട് നമ്മുടെ ജെന്നി ഇവരോട് പറയുകയാണ്, നമ്മൾ 3 പേര് ഇപ്പോൾ പുറത്തോട്ട് പോകുന്നില്ല, നമ്മുടെ എറിക്ക് പുറത്തുനിന്ന് ആരെയും വലിച്ചിട്ട് തിരിച്ചു വരുന്നവരെ നമ്മൾ 3 പേര് ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെ മോട്ടനോട് അവർ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മൈക്കുണ്ടല്ലോ അവൻ പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് പോയേ പറ്റത്തുള്ളൂ, ഇഗ്വാന് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലോ എനിക്കവളെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും വിടുന്നില്ല. അങ്ങനെ സമയം പോകും തോറും നമ്മുടെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ചിന്തിച്ചിട്ട് നമ്മുടെ മൈക്കിളിന് ആകെ പ്രാന്തായിട്ടാണ് എനിക്ക് പുറത്ത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ വെളിയിലോട്ട് പോവാണ്. ഇവർ രണ്ടുപേരും പിടിക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിക്കാതെ പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോയിട്ട് അവൻ അവിടെ എല്ലാം അന്വേഷിക്കുകയാണ്. കാരണം ഇപ്പോഴും അവൻ്റെ വിചാരം അവൻ്റെ ഗേൾ ഫ്രണ്ടിനൊന്നും പറ്റിയിട്ടില്ല, മരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു കമ്പി അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ കമ്പി കൊണ്ട് അവിടെയുള്ള റൂമുകളെല്ലാം കുത്തിപ്പൊളിച്ച് തുറന്നിട്ട് അതിലെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ അവനാകെ ദേഷ്യം പിടിച്ചിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടി മറിച്ചിട്ട് അവൻ ആകെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, മരമണ്ടൻ. അതേസമയം തന്നെ അവൻ്റെ മുന്നിലൂടെ വന്നിട്ടൊരു ആക്ഷൻ അതിനെ കുത്തും. അത് മറ്റാരുമല്ല, നമ്മുടെ ആ സൈക്കോ തന്നെയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് കണ്ട് പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോവാണ്. എങ്ങനെയൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് അവൻ ഓടിപ്പോയിട്ട് എന്താ പറയുക, ഒരു ജനലുണ്ട്, ആ ജനലിൽ തുറന്നിട്ട് അവൻ ചാടുകയാണ്, പുറത്തോട്ട് ചാടുകയാണ്. പുറത്ത് ചാടുമ്പോഴത്തേക്കും സൈക്കോവും തിരിച്ചു വന്നിട്ട് എന്താ പറയുക, ആ ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ അവിടെ നിന്നും കാണുന്നില്ല. എന്താ പറയുക, നോക്കുമ്പോഴത്തേക്കും അവൻ ആ റൂഫിൻ്റെ മേലെയാണ്. ആ റൂഫിൻ്റെ മേലെ നിന്ന് ഈ സൈക്കോനെ ഇവൻ കാണുന്നുണ്ട്. അത്രയും വലിയ ശരിയായതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അങ്ങനെ സൈക്കോ തിരിച്ച് അകത്തോട്ട് തന്നെ പോകും. അപ്പോൾ ഇവനും വേറൊരു വഴിയിലൂടെ അകത്തോട്ട് പോയിട്ട് എന്താ പറയുക, മോർട്ടനും ജെന്നി ഇരിക്കുന്ന റൂമിനവിടെ വന്നിട്ട് കതവ് തട്ടും. അപ്പോൾ ഇവർ ആരാ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക, മൈക്കിളാണ് ഡോർ തുറക്കുന്നുണ്ട്, അകത്തോട്ട് കയറി വരും. കയറി വന്നിട്ട് ഇവൻ ആകെ പേടിച്ചിട്ട് എന്താ പറയുക കുറേ കനമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ആ ഡോറിനകത്തോട്ട് നീക്കി വെച്ചിട്ട് ഇവരെന്താ പറയുക ഇവരുടെ ഇടയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരാണെന്ന് പറയുന്നുണ്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ആകെ വിറച്ചിട്ട് എന്താ പറയുക, ഈ കഥ നമുക്ക് എത്ര നേരം എന്താ പറയുക പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അങ്ങനെ ഇവർ എന്താ കാര്യം ചോദിക്കും നിൽക്കുമ്പോഴത്തേക്കും കഥകൾ കണ്ട് രണ്ട് തട്ട് കട്ടിട്ട് ഇവൻ എന്താ പറയുക മൈക്കിൾ ഇതും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. പേടിച്ചിട്ട് ഇവനാണെന്നും പറയും നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്നൊന്നും പറയും. എന്നിട്ട് പറയും, അപ്പോൾ ജെന്നി പറയും, അപ്പോൾ ഇവനോ മോട്ടനോ ഇവന് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്കിൾ പറയും അതൊന്നും പറ്റില്ല, അവനോട് ഇട്ടേക്ക് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയും. ഇതേ സമയം ഇവനൊരു സെൽഫിഷ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ജെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ മൈക്കിൾ പറയും നിങ്ങളെന്തേലും ചെയ്യും, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ അടിയിൽ പോയിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പറയുക അവിടുത്തെ വിൻഡോയിലൂടെ ചാടി പോവാണ്. അപ്പോൾ ഇവരാണെങ്കിലും പറയുന്നുണ്ട് പോവരുത്, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാതെ പുറത്ത് പോവാണ്. പുറത്ത് പോയിട്ട് അവിടെ ഒരു ഷെഡ് ഉണ്ട്, എന്താ പറയുക ഈ ഹോട്ടലിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ സ്കീയിങ് ചെയ്യാനുള്ള ബോർഡ് അതെല്ലാം ഉണ്ട്. അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇവരാണ് എല്ലാം ജനലിലൂടെ കൂടെ നോക്കുന്നുണ്ട്, പുറത്തോട്ട് നോക്കും. ഇപ്പം നമ്മുടെ ആ ഡോറിലുള്ള തട്ടലും നിന്നിട്ടുണ്ട്. ഇവനാണെങ്കിൽ അതിലൂടെ കയറാൻ നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെ കാലിൽ ഒരു കരടിക്കണി അവിടെ വെച്ചിട്ടുണ്ട്. ആ കരടിക്കണിയിൽ അവൻ പെട്ടു, അവൻ്റെ കാല് അതിനുള്ളിൽ കൊടുക്കും. അപ്പോൾ ഇവനാണ് നല്ല വേനച്ചിട്ട് എന്താ പറയുക ആ കരടിക്കണി എങ്ങനെയൊക്കെ ഊരിയിട്ട് ആ ഷെഡിൻ്റെ ഉള്ളിലോട്ട് ഇവൻ കയറുകയാണ്. കയറിയിട്ട് അവിടുത്തെ ടൂൾസിൻ്റെ ഇടയിലെല്ലാം ഒന്ന് ഒടിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഇതെല്ലാം ഒരു മേലെ നിന്ന് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ആ സൈക്കോ ഉണ്ടല്ലോ, സൈക്കോയും ഈ റൂമിലോട്ട് വരികയാണ്. അവരാ നിൽക്കുന്ന ഷെഡ് ഉണ്ടല്ലോ ആ ഷെഡിലോട്ട് വരികയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ആ ടൂൾസിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവർ എന്താ പറയുക സൈക്കോ അതിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവൻ അധികം നേരം അതിനോട് ഒളിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതിന് മുന്നേ തന്നെ ആ സൈക്കോ അവനെ കണ്ടുപിടിച്ചിട്ട് അവനെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഇതെല്ലാം ഇവർ ഈ വിൻഡിലൂടെ കാണുന്നുണ്ട് കേട്ടോ. അവ പുറത്ത് വന്നിട്ട് അവൻ്റെ കഴുത്ത് ഞെരുക്കിയിട്ട് അവനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അങ്ങനെ സൈക്കോ ഇപ്പോൾ അവരെ നോക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ആ ഡോറിനോട് അങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മറിഞ്ഞിരിക്കുമ്പോൾ തന്നെ അവനെ കാണുന്നില്ല, സൈക്കോ ഇവരെ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ അവർക്ക് നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ സൈക്കോ എത്രത്തോളം ഡേഞ്ചറാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരു പേടിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവരിപ്പോൾ ഒരു സ്റ്റോർ റൂമിലോട്ട് കയറുകയാണ്. എന്നിട്ട് അവിടെ മോർട്ടനെ ഇരുത്തിയിട്ട് നമ്മുടെ ജെന്നിനെ പറയുകയാണ്
ഞാൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്കട്ടെ. ഞാൻ എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് പ്രോമിസും കൊടുത്തിട്ട് നമ്മുടെ ജെന്നി ഇപ്പോൾ എന്താ പറയുക പുറത്തോട്ട് പോവാണ്. പുറത്തോട്ട് പോയിട്ട് അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു ഷെഡ് ഉണ്ടല്ലോ, ആ ഷെഡിൻ്റെ അവിടേക്കാണ് അവൾ ഓടിപ്പോകുന്നത്. ഇവിടെ വെച്ചാണ് നേരത്തെ നമ്മുടെ മൈക്കിളിനെ കൊന്നതും. അങ്ങനെ അവൾ അതിനുള്ളിലോട്ട് പോയി നോക്കുമ്പോൾ ഇവൾക്ക് ഒരു ടോർച്ച് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്കീം ബോർഡ് കിട്ടുന്നുണ്ട്, അതൊരാൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു സംഭവം കിടക്കുന്നുണ്ട്, ഇതിലൊരു നമ്മുടെ മോട്ടറിനെ ഇരുത്തി കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ അത് വലിച്ച് നോക്കുമ്പോൾ അവൾക്ക് വലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ക്ഷീണിച്ച് അവിടെ നിന്ന് കിടക്കുമ്പോഴത്തേക്കും അവൾ അവിടെ നിന്നൊരു ഷോർട്ട് ഗൺ തന്നെ കാണുകയാണ്. അവൾ ആ ഷോർട്ട് ഗൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ ബുള്ളറ്റില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലിനടുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ റൂമിൽ ഇതിൻ്റെ ബുള്ളറ്റ് കണ്ടിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിൽ തന്നെ ആ ഷോർട്ട് ഗണ്ണും എടുത്തിട്ട് അവളിപ്പോൾ ആ ഹോട്ടലിൻ്റെ അകത്തോട്ട് വരികയാണ്. അകത്തോട്ട് വന്നിട്ട് ആ ബുള്ളറ്റും കണ്ടുപിടിച്ച് അത് ലോഡ് ചെയ്യുകയാണ്. ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഷോർട്ട് ഗണ്ണുള്ള ധൈര്യത്തിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് എന്താ പറയുക ആ റൂമിൻ്റെ വെളിയിലോട്ട് വരികയാണ്. ഒറ്റ ബുള്ളറ്റേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ ധൈര്യത്തിലാണ് ഇപ്പോൾ അവർ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇവരിപ്പോൾ നമ്മുടെ സൈക്കോ വരാൻ സാധ്യതയുള്ള ജനറേറ്റർ റൂമിലോട്ട് പോയിട്ട് അവിടുത്തെ ആ പവർ അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. പവർ അവിടെ നിന്ന് ഓഫ് ചെയ്തിട്ട് ഇവരുടെ കയ്യിലൊരു ഇപ്പോൾ ടോർച്ച് ഉണ്ടല്ലോ, ആ ടോർച്ച് എടുത്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ എന്താ പറയുക ഇവിടെ എല്ലാം അങ്ങനെ നോക്കുകയാണ്. എന്താ പറയുക നമ്മുടെ ജെന്നി ഇവിടെ എല്ലാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവളുടെ കാലിൽ വന്നിട്ട് ആരും അവനെ പിടിക്കും. അപ്പോൾ ആകെ പേടിച്ച് നോക്കുമ്പോഴത്തേക്കും അത് മറ്റാരുമല്ല, എറിക്കായിരുന്നു. അപ്പോൾ എറിക്ക് മരിച്ചിട്ടില്ല, കാരണം എറിക്കിനെ തലയ്ക്കാണ് അവിടെ ഇട്ടത്. അപ്പോൾ ബോധം പോയിട്ട് കിടക്കുമായിരുന്നു. എന്നിട്ട് ഇന്ന് പറയുന്നുണ്ട് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജെന്നി പറയും നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ആദ്യം എന്താ പറയുക ഇങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കട്ടെ, എന്താ പറയുക നീ എന്തായാലും ഇവിടെ മിണ്ടാണ്ട് കിടക്ക് എന്ന് തന്നെ പറയും. അങ്ങനെ കിടന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ ആ സൈക്കോയും കയറി വന്നപ്പോഴത്തേക്കും ഇത് അപ്പോൾ നമ്മുടെ എറുക്കും മിണ്ടാതെ അങ്ങനെ കിടക്കും. അങ്ങനെ അവിടെ എല്ലാം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക ആ സൈക്കോ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ നിങ്ങൾ ഇല്ലയെന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെന്നിയുടെ കഴിക്കുന്ന ആ ഗണ്ണുണ്ടല്ലോ, ആ ഗണ്ണ് അവിടെ എവിടെയെല്ലാം പോയിട്ട് തട്ടും അവിടെ ശബ്ദം ഉണ്ടായപ്പോൾ നമ്മുടെ സൈക്കോ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ്. തിരിച്ചു വരാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെന്നിക്ക് വേറെ വഴിയില്ലാത്ത അവളുടെ എന്താ പറയുക എല്ലാ ധൈര്യം സംഭരിച്ചിട്ട് അവൻ്റെ മുന്നിലോട്ട് ആ ഗണ്ണ് നീട്ടിയിട്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയും. പക്ഷേ ഇത്ര ബുദ്ധിയുള്ള ഒരു സൈക്കോനെ നിങ്ങൾ കണ്ടിട്ടായിരിക്കില്ല. സൈക്കോ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ ടോർച്ചിൻ്റെ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്യും. ആഹാ അടിപൊളി. എന്നിട്ട് നമ്മുടെ ജെന്നി എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ ഗണ്ണും എടുത്തിട്ട് എന്താ പറയുക അവൻ നിൽക്കുന്ന ആ റൂമുണ്ടല്ലോ, ആ റൂം അങ്ങോട്ട് അടച്ചിട്ട് അവിടെ ആ ഗണ്ണും വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മോർട്ടൻ പറയും നമ്മൾ രക്ഷപ്പെട്ടു, നമുക്കിവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയും. അപ്പോഴത്തേക്ക് ജെന്നി വരും, ഇല്ല അകത്ത് എറുക്ക് കിടക്കുന്നുണ്ട്, അവൻ എനിക്ക് എങ്ങനെ രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ മോട്ടറാണെങ്കിൽ വേറെ വഴിയില്ലാതെ എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ആ ഗണ്ണെടുത്ത് അവനെ കൊടുന്ന് കൊല്ലാം, എന്നിട്ട് എറുക്കിന് രക്ഷപ്പെട്ടിട്ട് പോകാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ജെന്നി ഇപ്പോൾ എന്താ പറയുക ആ ഗണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യില്ലാണ്. ഗണ്ണെടുത്തിട്ട് എന്താ പറയുക ആ ഗണ്ണിങ്ങനെ ചൂണ്ടിക്കാണിച്ച് നിൽക്കുകയാണ്. വന്നാൽ ഇപ്പോൾ കൊല്ലും എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ റൂമിൻ്റെ ഡോറ് മെല്ലെ അങ്ങനെ തുറന്നിട്ട് ആദ്യം പുറത്തോട്ട് വരുന്നത് എറുക്കാണ്. അങ്ങനെ എറുക്ക് നിൽക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരുടെ എന്താ പറയുക ബുള്ളറ്റ് മിസ്സായിട്ട് നമ്മൾ എറുക്കിൻ്റെ വരുമ്പോഴത്തേക്കും അവൻ്റെ ബാക്കിൽ ആ സൈക്കോ വന്നിട്ട് ഇവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ എറുക്കിനെ കുത്തിക്കൊല്ലും. അപ്പോൾ ഇവർക്ക് എന്താ പറയുക അപ്പോഴും നമ്മുടെ മോട്ടം പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെന്നിക്കൊരു മനസ്സ് തരുന്നില്ല, കാരണം തൻ്റെ ബോയ് ഫ്രണ്ട് കണ്ണിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ മരിച്ചല്ലോ. അപ്പോൾ അവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടൻ അവളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങിച്ചിട്ട് നീ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും ഞാൻ ഇത് ഡീൽ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് അവനെ നിൽക്കും. അപ്പോൾ അവൾ മനസ്സിലോടെ എന്താ പറയുക വെളിയിലോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ മോർട്ടൻ ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഗണ്ണ് പിടിച്ചിട്ട് നീ ഇപ്പോൾ എന്താ പറയുക വന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പറയും. നമ്മുടെ സൈക്കോ വിചാരിക്കുന്നത് അതിൽ 2 ഉണ്ടതാണ്, പക്ഷെ നമുക്കല്ലേ അറിയത്തുള്ളൂ അതിലത്തെ ഒരു ഉണ്ടായിരുന്നുള്ളൂ കാര്യം. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോ അങ്ങനെ മുന്നിലോട്ട് എന്നിങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ മോട്ടന് വേറെ വഴിയില്ലാതെ ആ ഗണ്ണ് അവൻ്റെ മുന്നിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടാൻ നിൽക്കുമ്പോഴത്തേക്കും അവൻ അവിടെ താഴെ വീഴുന്നതും നമ്മുടെ സൈക്കോ എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള കോടാലി എടുത്തിട്ട് അവനെ വെട്ടിയിട്ട് അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ജെന്നിയെ നോക്കുമ്പോൾ ജെന്നി ഇപ്പോൾ ആ ഷെഡിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്കീ ബോർഡും അത് ടോർച്ചെല്ലാം എടുത്തിട്ട് അവളിപ്പോൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ അവൾക്ക് പറ്റുന്നില്ല, എന്നാലും അവൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് ഇങ്ങനെ തുഴഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും പിന്നിലൂടെ ആ സൈക്കോ വന്നിട്ട് അവളെ തലയ്ക്ക് ഒരു ഒറ്റ അടി. അങ്ങനെ അവളുടെ ബോധം അവിടെ വെച്ച് തന്നെ പോവാണ്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെന്നിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബോധം വരുന്നുണ്ട്. അവൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ സൈക്കോ ഉണ്ടല്ലോ, സൈക്കോ ഇപ്പോൾ ആ 5 പേരെയും വലിച്ച് എങ്ങോട്ടോ അങ്ങനെ കൊണ്ടുപോവാണ്. അതിൽ ജെന്നിക്ക് മാത്രം ചെറുതായിട്ട് ബോധം വന്നു, പക്ഷേ സൈക്കോ നോക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ എന്താ പറയുക ബോധമില്ലാത്ത പോലെ ഇങ്ങനെ കിടന്നു. അങ്ങനെ ഇപ്പോൾ അവരിപ്പോൾ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു മഞ്ഞുണ്ട്. ആ മഞ്ഞുകളുടെ ഇടയിൽ തന്നെ ഒരു വിടവുണ്ട്, ഒരു എന്താ പറയുക ഒരു പൊളിഞ്ഞങ്ങനെ ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ ഒരു കുണ്ട്. ആ ഭാഗത്തോട്ട് എന്താ പറയുക അങ്ങനെ ഓരോരുത്തരും വലിച്ചു നിന്നിട്ടാണ് സൈക്കോ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ മൈക്കിളിനെയും അതുപോലെ തന്നെ ഇക്വലും കൊണ്ടിട്ടും അതിനുശേഷം മറ്റവരങ്ങ് എടുക്കാൻ വരുമ്പോഴത്തേക്കും
നമ്മുടെ മോർട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് ജെന്നിക്ക് ചെറുതായിട്ടൊരു കത്തി കിട്ടുന്നുണ്ട്. അവൾ അതായാലും അതെടുത്തിട്ട് ഇങ്ങ് ഇടുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് സൈക്കോ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇവളിങ്ങനെ അനങ്ങാത്ത പോലെ അങ്ങ് കിടക്കും. അങ്ങനെ നമ്മുടെ ഇവനുണ്ടല്ലോ നമ്മുടെ എറിക്കിനെ വലിച്ചിട്ട് ആ കുഴിയിലോട്ട് കൊണ്ടുകിട്ടും. അതിനുശേഷം ഇപ്പം നമ്മുടെ മോർട്ടനും വലിച്ച് കൊണ്ടുകിട്ടും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ജെന്നിയെ എടുത്തിടാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നു. അവളെ കാല് പിടിക്കുന്നതും ജെന്നി എന്താ ചോദിച്ചാൽ അവളുടെ കയ്യിലുള്ള ആ കത്തി എടുത്ത് അവൻ്റെ കഴുത്തിനൊക്കെ ഒരു കുത്ത കൊടുക്കും. എന്നിട്ട് അവൾ എങ്ങനെയൊക്കെ ഓടിപ്പോയിട്ട് അവൻ്റെ ആ ആക്സ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കും. പക്ഷേ സൈക്കോ എങ്ങനെയൊക്കെ തിരിച്ചു വന്നിട്ട് എന്താ പറയുക അവളുടെ കാലെടുത്തിന് വലിക്കാൻ നോക്കും. പക്ഷേ അതിന് മുന്നേ തന്നെ അവൾ ആ ആക്സ് എടുത്തിട്ട് അവനെങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ ആ സൈക്കോ ഒഴിഞ്ഞു മാറും. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ആക്സ് പിടിച്ചു വാങ്ങിയിട്ട് അവളടിക്കാൻ വേണ്ടി വരുന്നതും അവളൊന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കും. അങ്ങനെ ഒരു ഫൈറ്റ് അവരുണ്ടാവുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ അവളെന്നെ ഇങ്ങനെ എടുത്ത് ആ കുഴിയിലോട്ട് ഇട്ടാൽ നിൽക്കുന്ന നേരത്ത് അവളെടുത്തിട്ട് അവൾ ആ കണ്ണാടിയില്ല അവനിട്ടിരിക്കുന്ന ആ ഗ്ലാസ് എടുത്താണ്ട് ഊരും വേണ്ടി അവൻ ആ ബെർത്ത് മാർക്കുള്ളത് ആർക്കാ നമ്മുടെ ഫസ്റ്റ് സീൻ കണ്ട ആ ചെക്കുണ്ടല്ലോ ആ കുട്ടിക്കാണ് ബെർത്ത് മാർക്ക്. അപ്പോൾ ആ ചെറിയ പയ്യൻ തന്നെയാണ് ഇയാളെന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ ഗ്യാപ്പിൽ അവൾ ആ ആക്സ് എടുത്തിട്ട് അയാളങ്ങനെ കുത്തിയിട്ട് അയാളെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ ഒഴിഞ്ഞിങ്ങനെ മാറി അവസാനം അവളെടുത്തിട്ട് അയാളുടെ വയറിനെടുത്തിട്ട് ഒരൊറ്റ കുത്ത കൊടുത്തിട്ട് അയാളെടുത്തിട്ട് താഴത്തോട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതായിരിക്കും ഇതാണോ ഞാൻ പറഞ്ഞ ആ ട്വിസ്റ്റ് എന്നുള്ള കാര്യം. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, അവനാണ് ആ ബെർത്ത് മാർക്കുള്ള ചെങ്ങനെയാണ് ഈ സൈക്കോ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതല്ല ട്വിസ്റ്റ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യ സീനിൽ ആ കുട്ടി ഇങ്ങനെ ഓടിപ്പോയില്ലേ, ആ ഓടിപ്പോയിട്ട് അവൻ്റെ മേത്തോട്ട് ആ മഞ്ഞിടുന്നത് മറ്റാരുമല്ല അവൻ്റെ സ്വന്തം അച്ഛനാണ്. അതുമാത്രമല്ല എടുത്തൊരാൾ നിൽക്കുന്നില്ലേ, അത് മറ്റാരല്ല അവൻ്റെ അമ്മയാണ്. അങ്ങനെ ഇവരങ്ങോട്ടാണ് നമ്മുടെ ആ ചെക്കനെ ഇങ്ങനെ എന്താ പറയുക മഞ്ഞിട്ടത്. അവൻ തന്നെയാണ് ഈ സൈക്കോയും. അതിനുശേഷം അവനെ മാനസികമായിട്ട് ഓരോ ഇതായിട്ടായിരിക്കാം അവൻ ഇതുപോലെ ഓരോ സൈക്കോ ആയതും അതുപോലെ തന്നെ ഇതുപോലെ ഓരോ ആൾക്കാരെ കൊല്ലുന്നതും ആ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ ഇടുന്നതും. ഇനി അവൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ എന്തെങ്കിലും സൈക്കോ ആണോ അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടോ നമുക്കറിയത്തില്ല. അതൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയുള്ള മൂവി. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ ബൈ ഗായ്സ്.